ഹലോ മക്കളെ, വെൽക്കം ടു വിങ്സ് ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് ഫോക്കസ് സീരീസിന്റെ വേറൊരു ചാപ്റ്റർ ആയിട്ട് ഫയാസ് സാർ വന്നേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 13ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂക്ലിയർ എന്നുള്ളതാണ്. ഇതും ആറ്റംസിനെ പോലെ തന്നെ ഒരു ചെറിയ ചാപ്റ്റർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, വേറെ കൂടുതൽ വർത്താനൊന്നും പറയാണ്ട് എന്ത് ചെയ്യാ, ക്ലാസ്സിലോട്ട് പോവാ. അപ്പോ എന്താണ് മക്കളെ ഫസ്റ്റ് പറയുന്ന കാര്യം, ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പറയുന്ന കാര്യങ്ങൾ ഇനി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു, ആറ്റംസ് എന്ന് പറഞ്ഞ 12ാമത്തെ ചാപ്റ്റർ എന്തായിരുന്നു, ആറ്റംസ് ആയിരുന്നു. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് എന്ത്, ന്യൂക്ലിയസ്. അപ്പൊ നമുക്ക് മനസ്സിലായി, എന്തൊക്കെ മനസ്സിലായി, അതായത് ഒരു ആറ്റത്തിന്റെ അകത്ത് ആരുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, അതിന് ചുറ്റും ആരുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഇനി ന്യൂക്ലിയസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ന്യൂക്ലിയസിൽ രണ്ടാൾക്കാരുണ്ട്. ഓക്കെ, ന്യൂക്ലിയസിൽ ആരൊക്കെയുണ്ട്, രണ്ടാൾക്കാരുണ്ട്. ഒരെണ്ണം പ്രോട്ടോണും ഒരെണ്ണം ആരാണ്, ന്യൂട്രോണും ആണ്. എന്താണ്, ന്യൂക്ലിയസിൽ രണ്ടാൾക്കാരുണ്ട്, പ്രോട്ടോണും ന്യൂട്രോണും. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിന് നോ ചാർജ്. പറഞ്ഞ കാര്യം മനസ്സിലായ? ന്യൂക്ലിയസിൽ രണ്ടാൾക്കാർ, ഒരാള് പ്രോട്ടോൺ, മറ്റേ ആള് ന്യൂട്രോൺ. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്, ന്യൂട്രോണിന്റെ നോ ചാർജ്. കുഴപ്പമില്ലല്ലോ. ഇനി പ്രോട്ടോണിനാണ് എന്തുള്ളത്, ചാർജ് ഉള്ളത്. ആകെ ഈ ന്യൂക്ലിയസിന്റെ ചാർജ് ഉള്ളത് ആർക്കാണ്, പ്രോട്ടോൺ. അതായത് ന്യൂക്ലിയസ് മൊത്തം എന്ത് ചാർജാണ്, പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, ന്യൂക്ലിയസിന് മൊത്തം എന്താണ്, പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, അപ്പോ ഒരു ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രോട്ടോണും ഉണ്ടാവും, ആരും ഉണ്ടാവും, ന്യൂട്രോണും ഉണ്ടാവും. ഓക്കെ, ഇനി ന്യൂക്ലിയസിനെ റെപ്രസെന്റ് ചെയ്യണത് ഇങ്ങനെയാണ്. ന്യൂക്ലിയസിനെ റെപ്രസെന്റ് ചെയ്യണതാണ് ഇങ്ങനെയാണ്. ഈ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? സെഡ് എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ ആണ്. സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആറ്റോമിക് നമ്പർ. ഓക്കെ, ആറ്റോമിക് നമ്പർ. ഈ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് പ്രോട്ടോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അതായത് പ്രോട്ടോണിന്റെ എണ്ണമാണ് എന്ത്, ആറ്റോമിക് നമ്പർ. എന്താണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നതാണ് പ്രോട്ടോണിന്റെ എണ്ണം. അപ്പോ ഇതെന്താ, മാസ് നമ്പർ. ഇതാണ് എന്ത്, മാസ് നമ്പർ. ഓക്കെ, മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, സം ഓഫ് എന്തൊക്കെയാണ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഓക്കെ, സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ് എന്ത്, മാസ് നമ്പർ. ഒന്നുകൂടി പറഞ്ഞുതരാ. ഇങ്ങനെയാണ് എന്ത് ചെയ്യണത്, ഒരു ന്യൂക്ലിയസിനെ റെപ്രസെന്റ് ചെയ്യണത്. എക്സ് ഒരു ന്യൂക്ലിയസിന്റെ പേരാണെങ്കിൽ താഴത്തെ സെഡ് ഉണ്ടാവും, മുകളിൽ എ ഉണ്ടാവും. താഴത്തെ സെഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആറ്റോമിക് നമ്പർ. ഓക്കെ, ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയസിനായാലും എത്ര പ്രോട്ടോൺസ് ഉണ്ട് എന്നതിനെയാണ് എന്ന് പറയുന്നത്, ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇനി മാസ് നമ്പർ എന്ന് പറയുന്നത് എ ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താ, ഒരു ന്യൂക്ലിയസിനകത്ത് ഉണ്ടാവുന്ന പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആകെ എണ്ണം. അതായത് ഇല്ലടാ, ഇതിന്റെ അകത്ത് പ്രോട്ടോൺ 5 ഉണ്ടെന്ന് വിചാരിക്കാം, ഇതിന്റെ അകത്ത് ന്യൂട്രോൺ 5 ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 5 ആയിരിക്കും. ഓക്കെ, ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 5. ഇനി മാസ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് 10 ആയിരിക്കും. ഓക്കെ, മാസ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 10. അതായത് 5 + 5, ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. കുഴപ്പമില്ല. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കും, ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു എ മൈനസ് സെഡ്. ന്യൂട്രോൺ ഈക്വൽ ടു എ മൈനസ് സെഡ്. ന്യൂട്രോൺ ഈക്വൽ ടു എ മൈനസ് സെഡ്. ഓക്കെ, എന്താണ് സംഭവം, ആകെ ഉള്ള ഇതാണ് ടോട്ടലിൽ നിന്ന് എന്താണ്, പ്രോട്ടോണിന്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ന്യൂട്രോണിന്റെ എണ്ണം കിട്ടുമല്ല. ടോട്ടൽ നമ്പറിൽ നിന്ന് പ്രോട്ടോണിന്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതായിരിക്കും ആര്, ന്യൂട്രോൺ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജനറൽ ആയിട്ട് ആലോചിച്ച് വെക്കുക. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ഫസ്റ്റ് ടോപ്പിക്ക് ആറ്റോമിക് മാസ് യൂണിറ്റ്. എന്താണ്, ആറ്റോമിക് മാസ് യൂണിറ്റ്. സാറിന് വയ്യാട്ടാ, അതാണ് ചുമക്ക് വരുന്നത്. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ആറ്റോമിക് മാസ് യൂണിറ്റ്. എന്താണ് ആറ്റോമിക് മാസ് യൂണിറ്റ്? ഈസ് ഡിഫൈൻഡ് ആസ് ദ 1/12th മാസ് ഓഫ് ദി കാർബൺ ആറ്റം. അതായത് കാർബൺ 12 മാസിന്റെ, അതായത് കാർബൺ 12 എന്ന് പറഞ്ഞ ഒരു ആറ്റം ഉണ്ടല്ലോ, ആ എന്താണ് ന്യൂക്ലിയസിന്റെ മാസിന്റെ
1/12 ഭാഗം, അതായത് 1/12 ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യണത് ആറ്റോമിക് മാസ് യൂണിറ്റ് ആയിട്ട്. അതായത് ഇപ്പൊ എന്താണ്, ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് നമ്മ ഇപ്പൊ മാസ് അളക്കണ എങ്ങനെയാണ്, കിലോഗ്രാമിലാണ് അല്ലെ മാസ്. ഇപ്പോ ഞാനിപ്പോ എത്ര കിലോ ഉണ്ട്, ഞാനിപ്പോ ഒരു 70 കിലോ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ കിലോഗ്രാമിലാണ് പറയണത്. പക്ഷേ ഇവന്മാരുടെ കാര്യത്തിൽ, അതായത് ന്യൂക്ലിയസ് ഭയങ്കര ചെറുതല്ല, അപ്പൊ ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കിലോ കണക്കിന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു മാർഗമാണ് എന്ത്, ആറ്റോമിക് മാസ് യൂണിറ്റ്, അതായത് ഒരു സ്റ്റാൻഡേർഡ് മാസ് യൂണിറ്റ്. എന്താണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് മാസ് യൂണിറ്റ്? AMU, ആറ്റോമിക് മാസ് യൂണിറ്റ്. എങ്ങനെയാണ് ആറ്റോമിക് മാസ് യൂണിറ്റ് കണക്കാക്കുന്നത്? എങ്ങനെയാണ്? 1/12 മാസ് ഓഫ് കാർബൺ 12, അതായത് കാർബൺ 12ന്റെ 1/12 മാസിനെയാണ് എന്തെന്ന് പറയുന്നത് ഒരു AMU ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കാർബൺ 12ന്റെ മാസ് എടുക്കും. ഓക്കെ, കാർബൺ 12ന്റെ മാസ് അതേ ബൈ 12. ഓക്കെ, കാർബൺ 12ന്റെ മാസ് എത്രയാണോ അതേ ബൈ 12. എന്നിട്ട് കിട്ടുന്ന ആൻസർ ആണ് എന്ത്, 1/1U എന്ന് പറഞ്ഞാൽ, അതായത് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് 1.6605 ഇൻറ്റു 10⁻⁻27. കുഴപ്പമില്ല, ഈ ഒരു കാര്യം എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, 1.66 അത്രയും മതി, ഇൻറ്റു 10⁻⁻27. ഓക്കെ, ഇൻറ്റു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ആറ്റോമിക് മാസ് യൂണിറ്റ്. ഇനി അടുത്തതിലോട്ട് പോവാ. അടുത്തത് എന്താണ് മക്കളെ പറയപ്പെടുന്നത്? അടുത്തത് ഐസോടോപ്സ് ആണ്. അടുത്തത് എന്താണ്? ഐസോടോപ്സ്. എന്താണ് ഐസോടോപ്സ്? ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്, എന്നാലും ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ്, സെയിം എലമെന്റ് വിത്ത് സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. ഓക്കെ, അതായത് ഒരേ എലമെന്റുകൾ, ഓക്കെ, ഒരേ എലമെന്റുകളിൽ തന്നെ എന്താണ് അതിന് സെയിം ആറ്റോമിക് നമ്പർ ആയിരിക്കും. എന്താണ്? സെയിം ആറ്റോമിക് നമ്പർ ആയിരിക്കും, ഡിഫറെന്റ് മാസ് നമ്പർ ആയിരിക്കും. അതായത് ഒരു സെയിം എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെന്തായിരിക്കും, പല പല അതായത് ഡിഫറെന്റ് മാസ് നമ്പർ ആണ്. എന്നാൽ എന്ത് സെയിം ആണ്? ആറ്റോമിക് നമ്പർ സെയിം ആണ്. എന്താണ് ആറ്റോമിക് നമ്പർ? അതായത് ആറ്റോമിക് നമ്പർ സെയിം, ഓക്കെ, മാസ് നമ്പർ ഡിഫറെന്റ്. ഓക്കെ, ഇവനാണ് എന്ത്, ഇവൻ. ഓക്കെ, ഐസോടോപ്സ്. ഓക്കെ, എക്സാമ്പിൾ. ഓക്കെ, H11. ഓക്കെ, H12 എന്താണ് പ്രത്യേകത? 1. ഓക്കെ, H11, H12, H13 ഇതിന്റെ എല്ലാത്തിന്റെ താഴെ 1 അല്ലേ? ഓക്കെ, അതായത് ആറ്റോമിക് നമ്പർ സെയിം ആണ്, പക്ഷേ ഇവൻ ഡിഫറെന്റ് അല്ലേ, അതായത് മാസ് നമ്പർ ഡിഫറെന്റ് അല്ലേ? ഇതാണ് എന്ത്, ഐസോടോപ്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 3 എക്സാമ്പിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഓക്കെ, അടുത്തെന്താണ് മക്കളെ? അടുത്തതാണ് എന്ത്, ഐസോബാർസ്. ഓക്കെ, ഐസോബാർ എന്താണ് മക്കളെ? ഡിഫറെന്റ് ആറ്റോമിക് നമ്പർ, സെയിം മാസ് നമ്പർ. ഓക്കെ, സെയിം മാസ് നമ്പറും ഡിഫറെന്റ് ആറ്റോമിക് നമ്പറും. അതായത് H13 ഹീലിയം 23. ഓക്കെ, നോക്കിയേ, അതായത് നമുക്കറിയാം എന്താണ് ZA, ഇവനാണ് മാസ് നമ്പർ. ഇവിടെ ഐസോബാർ എന്ന് പറഞ്ഞാല് സെയിം മാസ് നമ്പർ ആണ്. ഓക്കെ, അതായത് ഇതൊക്കെ ഇവിടെയും സെയിം മാസ് നമ്പർ, ഇവിടെയും സെയിം മാസ് നമ്പർ, 3. പക്ഷെ എന്തിൽ വ്യത്യാസമുണ്ട്? ആറ്റോമിക്കിലെ വ്യത്യാസമുണ്ട്. അതായത് ആറ്റോമിക് നമ്പർ ഡിഫറെന്റ്, ഇത് സെയിം. ഓക്കെ, എന്ത് സെയിം? മാസ് നമ്പർ സെയിം. ഇവനാണ് വിളിക്കുന്ന പേരാണ് എന്ത്, ഐസോബാർ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, എന്താണ് ഈ ഒരു എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി അടുത്തത് എന്താണ് മക്കളെ? ഐസോടോൺസ്. എന്താണ് ഐസോടോൺ എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ബട്ട് ഡിഫറെന്റ് ആറ്റോമിക് നമ്പർ ഈസ് കോൾഡ് എന്താണ്, ഐസോടോൺ. സെയിം ന്യൂട്രോൺ നമ്പർ ബട്ട് ഡിഫറെന്റ് ആറ്റോമിക് നമ്പർ. ഓക്കെ, അതായത് ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഡിഫറെന്റ് ആയിരിക്കും. എന്ത് മാത്രമായിരിക്കും സെയിം? ന്യൂട്രോണുകളുടെ എണ്ണം മാത്രമായിരിക്കും എന്ത്, സെയിം. അതായത് ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കുക? അതേ നോക്കിയേ,
ടോട്ടൽ നമ്പറിൽ നിന്ന് പ്രോട്ടോണിന്റെ എണ്ണം കുറയ്ക്കുക. ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ, പ്രോട്ടോണിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ. ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത്. ഇതേ നോക്കിയേ, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 198 80. ഓക്കെ, ഇതിൻ്റെ അകത്ത് വേറൊരെണ്ണം ഉണ്ട് കേട്ടോ, നോക്കിയോട്ടാ. AU 19779. ഓക്കെ, ഇത് ഒന്ന് നോക്കിയേ. ഇതിന്റെ മാസ് നമ്പർ സെയിം ആണോ, അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ സെയിം ആണോ? അല്ല. എന്നാൽ ഇതിന്റെ എന്ത് സെയിം ആയിരിക്കും? ഇതിന്റെ ന്യൂട്രോൺസുകളുടെ എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതൊന്ന് കുറച്ച് നോക്കിയേ. 198 നിന്ന് 80 കുറച്ച് കഴിഞ്ഞാൽ 8 1 1 അല്ലേ? അതെ, 118. ഇനി ഇപ്പുറത്ത് നോക്കിയേ, 197 നിന്ന് 79 കുറച്ചാൽ 79 കുറയ്ക്കുമ്പോൾ ഇവിടെ എത്ര വരും? 9 8 17. ഇനി ഇവിടെ എത്രയാണ്? 8. അപ്പൊ ഇവിടെ 1 118. ഓക്കെ, ഇവിടെ 118, ഇവിടെ 118. ഈ 118 എന്താണ്? നമ്പർ ഓഫ് ന്യൂട്രോൺസ്. എന്താണ്? നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ ഐസോടോൺ എന്ന് പറഞ്ഞാൽ ടോൺ, ന്യൂട്രോൺസ്. ഓക്കെ, ന്യൂട്രോൺസുകൾ സെയിം ആയിരിക്കും, ബട്ട് ഡിഫറെന്റ് ആറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ഇതാണ് എന്ത്? ഐസോടോൺ. കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചെറിയ പ്രോബ്ലം ചെയ്യാം. എന്താണ് ചെറിയ പ്രോബ്ലം? ക്ലോറിൻ ഹാസ് 2 isotopes. ഓക്കെ, ഇവിടെ എഴുതാം. ക്ലോറിൻ ഹാസ് 2 isotopes. 2 isotopes ഉണ്ട്. ഹാവിംഗ് masses 34. ഒരെണ്ണത്തിന്റെ മാസാണ് ഈ തന്നേക്കുന്നത് 34.98. മറ്റേതിന്റെ മാസാണ് ഈ തന്നേക്കുന്നത് 36.98. ഓക്കെ, ഒരെണ്ണത്തിന്റെ മാസ് 34.98, മറ്റേ മാസ് 36.98. ഇനി abundance of the isotopes are 75.4. അതായത് 75 പെർസെന്റേജ് ആണ്. അതായത് ഇല്ലടാ, എത്ര എണ്ണം ഉണ്ട്? അതായത് ഇതൊരു ഹൈഡ്രജൻ ആറ്റം എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ഹൈഡ്രജൻ ആറ്റം എന്ന് വിചാരിക്കുക. ക്ലോറിൻ ആണല്ലേ, സോറി. അതായത് ക്ലോറിന്റെ ഒരു ഐസോട്ടോപ്പാണ് ഇത്, ക്ലോറിന്റെ വേറൊരു ഐസോട്ടോപ്പാണ് ഇത്. അത് എത്ര എണ്ണം ഉണ്ട്? ഓക്കെ, അത് എത്ര എണ്ണം ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് എന്ത്? പെർസെന്റേജിൽ. അതാണ് 75.4. അതേപോലെ രണ്ടാമത്തെ ക്ലോറിന്റെ എത്ര എണ്ണം ഉണ്ടെന്ന് കാണിക്കുന്നത് എന്ത്? 24.6. ഇത്രയും പെർസെന്റേജിലാണ് എന്ത് ചെയ്യണത്? അപ്പൊ 24.6 അത്രയും പെർസെന്റേജിലാണ് എന്തുള്ളത്? ഈ രണ്ടാമത്തെ ക്ലോറിനുള്ളത്. ഇനി എന്താണ് കണ്ടുപിടിക്കാൻ പറയാ? ഫൈൻഡ് ദി ആവറേജ് മാസ് ഓഫ് ദി ക്ലോറിൻ. എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുന്നത്? ഞാൻ നോക്കി, ഞാൻ കാണിച്ചുതരാം. ഈ ആദ്യത്തെ ക്ലോറിൻ ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തതാന്ന് വിചാരിക്കുക. എങ്ങനെയാണ് കണ്ടുപിടിക്കണത്? ആദ്യത്തെ ക്ലോറിൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നോക്കിയേ, 34.98 ഇതാണ് അതിന്റെ മാസ്. അത് എത്ര എണ്ണം ഉണ്ട്? 75.4. അത് പെർസെന്റേജിലായോണ്ട് എന്ത് ചെയ്യണം? ബൈ 100 ചെയ്യണം. പ്ലസ് ആവറേജ് ആയതുകൊണ്ട് ടോട്ടൽ ആണ്, രണ്ടിനെയും കാണണ്ടേ. എന്ത് ചെയ്യണം? 36.98. അത് എത്ര എണ്ണം ഉണ്ട്? 24.6 ബൈ 100. ഇവിടെയും 100, ഇവിടെയും 100. എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് എടുക്കാം. 34.98 ഇൻറ്റു 75.4 പ്ലസ് 36.98 ഇൻറ്റു 24.6 ഓൾ ഡിവൈഡഡ് ബൈ 100. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ 100. ആൻസർ എന്ത് വരും? 35.47 യൂണിറ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ഇത് രണ്ട് ക്ലോറിന്റെ ഐസോട്ടോപ്സിന്റെ മാസാണ് ഇത് രണ്ടും തന്നേക്കുന്നത്. അത് എത്ര എണ്ണം ഉണ്ടെന്ന് പെർസെന്റേജ് തന്നേക്കണാണ് ഇതും. അപ്പൊ ഇതിന്റെ ആവറേജ് മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതേ ഇൻറ്റു ഇതേ ബൈ 100. ഓക്കെ, മാസ് ഇൻറ്റു പെർസെന്റേജ് ബൈ 100 കേട്ടാ. ഇതേ ഇൻറ്റു പെർസെന്റേജ് ബൈ 100, കാരണം അത് പെർസെന്റേജ് മാറ്റണം. ഇനി ഇതേ ഇൻറ്റു പെർസെന്റേജ് ബൈ 100. 100 കോമൺ ആയതുകൊണ്ട് ഇതേ കണ്ടാ, ഇവിടെ 100 കോമൺ ആണ്, ഇവിടെ 100 കോമൺ ആണ്, ഇവിടെ 100 കോമൺ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? താഴത്തോട്ട് എഴുതി. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ ആയിട്ട് 35.47 കിട്ടും. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് എന്താ മക്കളെ? റേഡിയസ്. ന്യൂക്ലിയസിന്റെ റേഡിയസിന്റെ എക്സ്പ്രഷൻ. നിങ്ങളൊരു കാര്യം ആലോചിക്കുക. എന്റെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എന്റെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനൊരു നെല്ലിക്ക
നെല്ലിക്ക വേണ്ട, നാരങ്ങ മതി. നാരങ്ങ എൻ്റെ കയ്യിൽ പച്ച നാരങ്ങ ഉണ്ട്. പച്ച കിട്ടാത്ത കാരണം ഞാനിവിടെ നീല ഇടേണ്ട. ഓക്കെ, പച്ച നാരങ്ങ ഉണ്ട് എൻ്റെ കയ്യിൽ. എന്തുകൊണ്ട് ഒരു പച്ച നാരങ്ങ വേണ്ട, അതായത് ചുവപ്പ നാരങ്ങ ഉണ്ട്. എന്തുകൊണ്ട് നീല നാരങ്ങ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്തു, ഈ ആദ്യം ചുവപ്പ നാരങ്ങ ഇട്ടു. ഓക്കെ, ചുവപ്പ നാരങ്ങ ഇട്ടു. സഞ്ചിയാണ്. വേറെന്തു ഇട്ടു, നീല നാരങ്ങ ഇട്ടു. ഓക്കെ, നീല നാരങ്ങ ഇട്ടു സഞ്ചിയിൽ. അപ്പൊ എന്താണ് സംഭവം? അതായത് എൻ്റെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ട്. സഞ്ചിക്കകത്ത് ഞാൻ പച്ചയും അതായത് പഴുത്തതും പഴുക്കാത്തതുമായിട്ടുള്ള നാരങ്ങകൾ ഇങ്ങനെ ഇടുന്നു. ഓക്കെ, കുറെ നാരങ്ങ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോ 3-4 അതായത് നാരങ്ങ ഇങ്ങനെ ഇട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ആ സഞ്ചി വീർക്കൂലേ? പറഞ്ഞാലും മനസ്സിലായ? എന്താ പറഞ്ഞ, നാരങ്ങകൾ ഇടണനുസരിച്ച്, അതായത് എത്ര എണ്ണം ഇടുന്നോ അതിനനുസരിച്ച് എന്ത് വീർത്തോണ്ടിരിക്കും? സഞ്ചി, അതായത് ആ ഒരു കൂടെ എന്ത് ചെയ്തോണ്ടിരിക്കും? വീർത്തോണ്ടിരിക്കും. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, ഈ ഇട്ടിരിക്കണെന്ന് പറഞ്ഞാൽ അതിന്റെ എണ്ണമാണ് അല്ലെ. ഇതെന്താ, ഇതൊരു പ്രോട്ടോണാന്ന് വിചാരിക്കുക. ഇതെന്താണ്, ന്യൂട്രോണാന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഇട്ടേക്കണത് ആറ്റം എന്ന് വിചാരിക്കുക. ആറ്റത്തിന്റെ അകത്തോട്ട് പ്രോട്ടോണും ന്യൂട്രോണും വന്നു കഴിഞ്ഞാല് അതിന്റെ എന്ത് കൂടും? വോളിയം കൂടൂലേ? ഇത് കണ്ട, എത്ര പ്രോട്ടോണും ന്യൂട്രോണും ഇടുന്നോ അതിന്റെ വോളിയം കൂടിക്കൊണ്ടിരിക്കൂലേ? അതിന്റെ വോളിയം കൂടിക്കൊണ്ടിരിക്കൂലേ? അതായത് വോളിയം കൂടും. ആര് കൂടിയ വോളിയം കൂടും? ആര് കൂടിയാല്? മാസ് നമ്പർ കൂടിയാല്. ഓക്കെ, പറഞ്ഞാലും മനസ്സിലായ? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടോൺസിന്റെ ന്യൂട്രോൺസിന്റെ എണ്ണം. ഓക്കെ, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും എണ്ണം. അതാണ് എന്ത്? മാസ് നമ്പർ. അപ്പൊ ഈ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രോട്ടോൺസും ഉണ്ട് ന്യൂട്രോൺസും ഉണ്ട്. ഇവന്മാരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? വോളിയം കൂടും. ഇനി ഈ കൂടണത് ഒരു സ്ഫിയർ കണക്കിനാന്ന് വിചാരിക്കുക, ഒരു സ്ഫിയർ ഷേപ്പിലാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 4/3πr³. വോളിയത്തിന്റെ ഇക്വേഷൻ. അപ്പൊ ഒന്ന് പറഞ്ഞേ, 4/3πr³ പ്രപ്പോർഷണൽ ടു മാസ് നമ്പർ ആണല്ലോ. ഇവൻ കോൺസ്റ്റന്റ് ആണ്. ആര്? 4/3 എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ് ആണല്ലോ. അപ്പൊ അത് വേണ്ട. r³ പ്രപ്പോർഷണൽ ടു a ആണ്. അപ്പോൾ r ഈക്വൽ ടു എന്തായിരിക്കും? അല്ല, r പ്രപ്പോർഷണൽ ഈ ക്യൂബിന് ഇപ്പുറത്തോട്ട് തട്ടിയാൽ എങ്ങനെ വരും? അതായത് ഇല്ലടാ, ഇത് ഞാൻ അവിടെ എഴുതി കാണിച്ചു കേട്ടാ. r² എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ അതെന്താവും? റൂട്ട് ആവും അല്ലെ? r ഈക്വൽ ടു എന്താവും? റൂട്ട് ആവും. r ഈക്വൽ ടു റൂട്ട് ആവും. ഇതിനെന്ത് ചെയ്താ? r ഈക്വൽ ടു a⁻² എന്ന് എഴുതാം. ഓക്കെ, ഈ റൂട്ടിന് പകരം എന്ത് ചെയ്താ? a⁻² എന്ന് എഴുതാം. അപ്പോ r³ എയുടെ ഇപ്പുറത്തോട്ട് പോകുമ്പോ എന്താവും? a⁻⁴ ആവും. a⁻⁴ ആവും. അപ്പൊ ഈ ക്യൂബ് ഇപ്പുറത്തോട്ട് പോകുമ്പോ എന്താവും? a⁻⁴ ആവും. ഓക്കെ, പറഞ്ഞാലും മനസ്സിലായ? ഈ ആറിന്റെ ക്യൂബ് ഇപ്പുറത്തോട്ട് പോകുമ്പോ എന്താവും? a⁻⁴ ആകും. ഇനി ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റാം. അതായത് ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ എന്ത് വരും? r ഈക്വൽ ടു, പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ ഞാനൊരു കോൺസ്റ്റന്റിനെ കൊടുത്തു, r0 ഇൻറ്റു a⁻⁴. കുഴപ്പമുണ്ടാ? r ഈക്വൽ ടു r0 a⁻⁴. ഈ r0ന്റെ വാല്യൂ ആണ് എന്ത്? 1.2 ഇൻറ്റു 10⁻⁻50 മീറ്റർ. എന്താണ് മക്കളെ? ഇതാണ് അപ്പൊ നമ്മളെ റേഡിയസിന്റെ ഇക്വേഷൻ. ഓക്കെ, എന്താണ് റേഡിയസിന്റെ ഇക്വേഷൻ? r ഈക്വൽ ടു r0 a⁻⁴, where r0 ഈക്വൽ ടു 1.2 ഇൻറ്റു 10⁻⁻50 മീറ്റർ. ഓക്കെ, ഈ -50 അതായത് 10⁻⁻50 എന്ന് പറഞ്ഞാൽ ഒരു ഫെംറ്റോമീറ്റർ ആണ്. ഒരു ഫെംറ്റോമീറ്റർ. ഓക്കെ, അതായത് ഇത് അത്രയും ഫെംറ്റോമീറ്റർ എന്ന് പറഞ്ഞാലില്ല, ഒരു യൂണിറ്റില് അത് ആ 10⁻⁻50 വിളിക്കുന്ന പേരാണ് എന്ത്? ഫെംറ്റോമീറ്റർ. അതായത് ഫെംറ്റോമീറ്റർ റേഞ്ചിലാണ്. ഓക്കെ, 10⁻⁻50 എന്ന് പറഞ്ഞാൽ ഒരു ഫെംറ്റോമീറ്റർ. അപ്പോ ഇതെന്താണ്? ഫെംറ്റോമീറ്റർ റേഞ്ചിലാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആറ്റത്തിന്റെ റേഡിയസിൽ എത്രത്തോളം ചെറുതാണ്? 10⁻⁻50 റേഞ്ചിൽ വരെയും എന്താണ്? ചെറുതാണ്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഫെംറ്റോമീറ്റർ റേഞ്ചിലാണ്. അതായത് സംഭവം ഭയങ്കര ചെറുതാണെന്ന് ആലോചിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം ചെയ്യാം. നോക്കിയേ, ന്യൂക്ലിയൈ ഹാവ് മാസ് നമ്പർ ഇൻ ദ റേഷ്യോ 1:64. അതായത് ന്യൂക്ലിയയുടെ മാസ് നമ്പറിന്റെ റേഷ്യോ ആണ് എന്ത്? 1:64. വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ്
റേഡിയൈ, അതായത് റേഷ്യോ ഓഫ് ദ റേഡിയൈ, റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേഷൻ അറിയാം. ക്യാപിറ്റൽ ആർ ഈക്വൽ ടു R0 a⁻1/3. ഓക്കെ, ഇത് ഒന്നാമത്തേന്റെ എന്ന് വിചാരിക്കാം. ഇത് ഒന്നാമത്തേന്റെ. ഇനി രണ്ടാമത്തേന്റെ ഇക്വേഷൻ അങ്ങനെ തന്നെയാണല്ലോ, ഈക്വൽ ടു R0 a⁻1/3. ഇത് രണ്ടാമത്തെ. ഓക്കെ, ഇനി എന്താണ് തന്നേക്കണത്, റേഷ്യോ, മാസ് നമ്പറിന്റെ റേഷ്യോ ആണ് തന്നേക്കണത്. അതായത് A ഈക്വൽ ടു 1:64. A ഈക്വൽ ടു എന്താണ്, 1:64 എന്നാണ് തന്നേക്കണത്. ഇനി എന്ത് ചെയ്യണം, ഇനി എന്തൊക്കെ വെട്ടിപ്പോന്ന് പറഞ്ഞേ, അതായത് R0 എന്തായി പോവും, വെട്ടിപ്പോവും, ക്യാൻസലായി പോവും. അങ്ങനെയാണെങ്കിൽ R1/R2 ഈക്വൽ ടു എന്ന് പറഞ്ഞേ, R1/R2 ഈക്വൽ ടു ഈ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഒന്നാമത്തെ മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. 1:1/3. രണ്ടാമത്തെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ 64. അത് റേഷ്യോ എന്താണ്, 1/3. മോളും താഴെ 1/3 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, R1/R2 ഈക്വൽ ടു ഓളാക്കി കൂടെ, അതായത് 1/64 ഹോൾ 1/3 എന്ന് എഴുതി കൂടെ. ഓക്കെ, 1ന്റെ 1/3 എന്താണ്, അത് തന്നെയാണ്. ഇനി 64ന് എന്താണ് മറ്റേ ക്യൂബ് റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 64ന്റെ ക്യൂബ് റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 4 കിട്ടും അല്ലെ. 4 × 4 അല്ലെ, 16×4 എത്രയാണ്, 64ആണ്. ഓക്കെ, അതായത് 4×4 16, 16×4 എത്രയാണ്, 64. അങ്ങനെയാണെങ്കിൽ റേഷ്യോ എന്ത് വരും, R1/R2 ഈക്വൽ ടു 1/4. അതായത് R1:R2 ഈക്വൽ ടു 1:4. ഓക്കെ ആണോ? അപ്പൊ റേഷ്യോ എന്താണ്, 1:4. കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതിലോട്ട് പോയി കഴിഞ്ഞാൽ മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്, റൈറ്റ് ഐൻസ്റ്റീൻ മാസ് എനർജി ഈക്വാലന്റ് റിലേഷൻ. അതായത് ഐൻസ്റ്റീനിന്റെ മാസ് ഈക്വാലന്റ് എനർജി, മാസും എനർജിയും ഈക്വാലന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആര് കണ്ടുപിടിച്ചു, ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചു. അതായത് മാസ് എന്ന് ആലോചിക്കും, മാസ് നമ്മുടെ എന്റെ മാസ്, അതായത് ഒരു വെയിറ്റ്, അതിന്റെ മാസ് എനർജി ആയിട്ട് ബന്ധമുണ്ടെന്ന് ആര് കണ്ടുപിടിച്ചു, ആര് കണ്ടുപിടിച്ചോളാം, ഇയാളെ മൂപ്പര കണ്ടുപിടിച്ചു. അത് ഐൻസ്റ്റീൻ, മൂപ്പര ഭയങ്കര തലയാണല്ലോ. അതായത് മാസ് എന്താണ്, ഒരു എനർജി ആണെന്നാണ് മൂപ്പര് പറഞ്ഞ മനസ്സിലായ, മാസും എന്ത് തന്നെയാണ്, ഒരു എനർജിയാണ്. പുള്ളിക്കാരൻ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഇക്വേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, E ഈക്വൽ ടു mc². ഇത് എനർജി, ഇതെന്താ മാസ്, ഇത് c എന്താ സ്പീഡ് ഓഫ് ലൈറ്റ്, ലൈറ്റിന്റെ സ്പീഡ്. ഇതാണ് എന്ത് മൂപ്പര് കണ്ടുപിടിച്ചത്, E ഈക്വൽ ടു mc². എന്നാലോചിച്ച് നോക്കി, എനർജിയും മാസും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്ന് ആര് കണ്ടുപിടിച്ചു, ഈ ഐൻസ്റ്റൈൻ കണ്ടുപിടിച്ചു. അത് ഭയങ്കര ഒരു വല്ലാത്തൊരു കണ്ടുപിടുത്തേക്ക് പോയത്. അതായത് ആരും വിചാരിക്കണല്ല മാസ് ഒരു എനർജി ആണെന്ന്. നിങ്ങൾക്ക് വിശ്വാസമാണോ മാസ് ഒരു എനർജി ആണ്? എന്നാൽ മാസ് ഒരു ടൈപ്പ് ഓഫ് എനർജി ആണ് എന്ന് ആര് കണ്ടുപിടിച്ചു, ഐൻസ്റ്റൈൻ കണ്ടുപിടിച്ചു. മുപ്പത് കണ്ടുപിടിച്ച ഇക്വേഷൻ ആണ് എന്ത്, ഈക്വൽ ടു mc². E എന്ന് പറഞ്ഞാൽ എനർജി, m എന്ന് പറഞ്ഞാൽ മാസ്, c എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. എനർജി ഈക്വാലന്റ് ഓഫ് 1 gram ഓഫ് സബ്സ്റ്റൻസ്. ഒരു 1 gram സബ്സ്റ്റൻസിന്റെ എനർജി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ അറിയാം, എനർജിയും മാസും തമ്മിലുള്ള ഇക്വേഷൻ അറിയാം, എനർജിയും മാസും തമ്മിലുള്ള ഇക്വേഷൻ അറിയാം. എന്താണ്, E ഈക്വൽ ടു mc². m എന്ന് പറഞ്ഞാൽ 1 gram ആണ് തന്നേക്കണത്, മാസ് എന്ന് പറഞ്ഞാൽ എന്താ തന്നേക്കണത്, 1 gram. അതിനെ കിലോഗ്രാമിലോട്ട് അല്ലെങ്കിൽ എന്താണ് കിലോഗ്രാമിലോട്ട് മാറ്റുമ്പോൾ എന്താവും, 1 × 10⁻³ കിലോഗ്രാം. ഓക്കെ, ഗ്രാമിന പുറത്തോട്ട് മാറ്റുമ്പോൾ എന്താവും, 1 × 10⁻³ ആവും. അപ്പൊ ഇനി നിങ്ങൾ പറ, ബാക്കി സിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, എന്താണ് 3.18. 3.18 അല്ല, 3 × 10⁻8 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ E ഈക്വൽ ടു എന്ത് വരും, 1 × 10⁻³ മാസായി. c² വാല്യൂ എന്താണ്, 3 × 10⁻8 ഹോൾ സ്ക്വയർ. കുഴപ്പമില്ലല്ല, ഇത് നോക്കിയേ, 1 × 10⁻³ - 3 × 3 × 10⁻8 ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് വരും ഇക്വേഷൻ,
E equal to 10 raised to minus 3 into 3 into 16 അല്ലേ 10 raised to 16 വരും. ഓക്കെ 2 into 8 16. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? ഇതും ഇങ്ങനെ സ്ക്വയർ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. 9 into 10 raised to 16 3 പറയല് 13. 13 എന്ത്? ജൂൾ. ഓക്കെ 9 into 10 raised to 30 ജൂൾ. ഓക്കെ സിമ്പിൾ പ്രോബ്ലം അല്ലേ? ഒന്നുകൂടി പറയണോ? മാസ് 1 ഗ്രാം തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ മാറ്റുക 10 raised to minus 3 മാറ്റുക. സി നമുക്ക് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് കൊടുക്കുക. എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ? 1 ഗ്രാം സബ്സ്റ്റൻസിന് ഈക്വാലന്റ് എനർജി കണ്ട ജൂളിലാണ് പറയുന്നത്. ഈ ഈക്വാലന്റ് ജൂളിലോട്ട് ആക്കുമ്പോൾ ഉള്ള എനർജിയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ ഇനി അടുത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അടുത്ത പ്രോബ്ലം നോക്കിയേ. 1 ആറ്റോമിക് മാസ്. ഇപ്പൊ പറഞ്ഞത് 1 ഗ്രാം മാസ് ആയിരുന്നു. ഈ പറയുമ്പോൾ എന്താണ്? 1 ആറ്റോമിക് മാസ് 1 AMU. ഓക്കെ ഫസ്റ്റ് ഇൻ ജൂൾസ്. ആദ്യം അതിന് ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യണം. പിന്നെ അതിന് എന്തിലോട്ട് ആക്കണം? മെഗാ ഇലക്ട്രോൺ വോൾട്ട്. മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ അതിനു മുന്നേ നമുക്കൊരു കാര്യം അറിയണം. എന്താണ്? ആറ്റോമിക് മാസ് 1 AMU എത്രയാണെന്ന് അറിയണം. 1.66 എന്തായിരുന്നു ഫസ്റ്റ് നമ്മൾ പഠിച്ചത്? ഇതേ കണ്ട 1.660539 into 10 raised to minus 27. ഓക്കെ അയ്യോ പോയി. ഇതായിരുന്നു 1.65 into 10 raised to minus 27. ഇതാണ് ഒരു AMU. ഇനി ആദ്യം ജൂളിലോട്ട് ആക്കണ്ടേ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ജൂളിലോട്ട് ആക്കാം. അപ്പൊ ഇക്വേഷൻ എന്താണ്? E equal to mc സ്ക്വയർ. ഈക്വൽ ടു എന്താണ്? mc². ഇതിനോടൊപ്പം എന്തിട്ട് കൊടുത്താൽ മതി? സീന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. E equal to 1.6605 into 10 raised to minus 27. കണ്ടാ ഇതാണ് എന്ത്? മാസിന്റെ വാല്യൂ. ഇതിനോട് എന്ത് കൂട്ടിയാ എന്താക്കിയാൽ മതി? മറ്റേ സ്പീഡിന്റെ ലൈറ്റ്, അതായത് സ്പീഡിന്റെ വാല്യൂ എത്രയാണ്? 3 into 10 raised to 3 into 10 raised to 8ന്റെ സ്ക്വയർ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എനർജി ഈക്വാലന്റ് ഇൻ ജൂളിൽ കിട്ടും. ജൂളിൽ കിട്ടുമ്പോൾ ഇതാണ്ട വാല്യൂ 1.4924 into 10 raised to minus 10 ജൂൾ. ഓക്കെ ആണോ? അപ്പോ എന്താണ് മക്കളെ ഇപ്പൊ കിട്ടിയ ആൻസർ എന്തിനാണ്? ജൂളിലാണ്. ഓക്കെ ഈ ജൂളിനെ എന്ത് ചെയ്യണം? മെഗാ ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതാണ് എനർജിയുടെ ഇക്വേഷൻ. എന്ത്? ഇൻ ടേംസ് ഓഫ് ജൂളില്. അപ്പോ ഈ ജൂളില് ഇലക്ട്രോൺ വോൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? എനർജി ഈക്വൽ ടു ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 into 10 raised to minus 90 ജൂൾ ആണ്. അങ്ങനെയാണെങ്കിൽ 1.4924 into 10 raised to minus 10 ഇവനേതാ ഇപ്പൊ കണ്ടുപിടിച്ച എനർജി. അതേ ബൈ 1.6 into 10 raised to minus 27 അല്ല 90. ഓക്കെ മൈനസ് 90. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. എന്ത് കിട്ടും? മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ ഒന്ന് പറഞ്ഞേ എത്രയായിരിക്കും ആൻസർ? ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇലക്ട്രോൺ ആൻസർ എന്തായിരിക്കും? 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ കുഴപ്പമില്ലല്ലോ. സിമ്പിൾ സാധനം അല്ലേ? സിമ്പിൾ പ്രോബ്ലം ആണ്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലോട്ട് പോവാട്ടാ. എന്താണ് മക്കളെ മാസ് ഡിഫക്റ്റ്? അടുത്ത ടോപ്പിക്കാണ് എന്ത്? മാസ് ഡിഫക്റ്റ്. എന്താണ് മാസ് ഡിഫക്റ്റ്? ഇതൊന്ന് വായിച്ചേ. ദ ഡിഫറൻസ് ഇൻ മാസ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഈസ് കോൾഡ് മാസ് ഡിഫക്റ്റ്. അതായത് ഇപ്പോ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക. ഞാനൊരു ന്യൂക്ലിയസിന് ഉണ്ടാക്കാൻ പോയിട്ട് ഓക്കെ. അപ്പോ ഹീലിയം ന്യൂക്ലിയസ് ആണ് ഉണ്ടാക്കുന്നത്. ആരാണ്? ഹീലിയം ന്യൂക്ലിയസ്. ഹീലിയം ന്യൂക്ലിയസിന്റെ അകത്ത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ ഹീലിയം ന്യൂക്ലിയസിന്റെ അകത്ത് 2 പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടെന്ന് വിചാരിക്കാം. അവന്റെ മാസ് 100 ആണെന്ന് വിചാരിക്കാം. ഓക്കെ അത് ഫിക്സഡ് ആണ്. ചുമ്മാ ഞാൻ പറയാനട്ടാ. അതായത് അവന്റെ മാസ് 100 ആണ്. അതിനകത്ത് 2 പ്രോട്ടോണും 2 ന്യൂട്രോൺസും ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോയെന്നറിയോ? ഒരു ന്യൂക്ലിയസിന് ഉണ്ടാക്കാൻ പോയത്. ഓക്കെ അതായത് 2 ന്യൂട്രോൺസും 2 പ്രോട്ടോൺസും വെച്ച്
ഞാൻ എന്ത് ചെയ്യാൻ പോവേണ്, ഒരു ന്യൂക്ലിയസിനെ ഉണ്ടാക്കാൻ പോവേണ്. അപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എന്തായി, 120 ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എന്തായി, അതിന്റെ മാസം 120. ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് എന്റെ കയ്യും കാലും വെക്ക. ഇപ്പൊ ഞാൻ ഒരു ഇതിന്റെ അകത്ത് നിന്നിട്ട് ഞാൻ നോക്കുകയാണ്, അപ്പൊ എന്റെ മാസം 100 വിചാരിക്കാം. ഇനി എന്റെ പോലത്തെ ഒരു കയ്യും കാലും വെച്ചിട്ട് എന്നെ ഉണ്ടാക്കുമ്പോ മാസ് കൂടി 120. ഓക്കെ, അപ്പൊ എന്താ സംഭവം, ശരിക്കുള്ള മാസ് എം ആണെന്ന് വിചാരിക്കുക, ഉണ്ടാക്കിയ മാസ് സ്മോൾ എം ആണെന്ന് വിചാരിക്കുക. ഇവന്മാര് തമ്മിൽ ഒരു ഡിഫറൻസ് ഇല്ലേ, 120 മൈനസ് 100, 20 മാസ്. 20 മാസം ഇങ്ങോട്ട് പോയി, മനസ്സിലായ? ഈ 20 മാസം ഇങ്ങോട്ട് പോയി, അതാണ് എനർജി ആയിട്ട് പോയി. എങ്ങനെ പോയി, എനർജി ആയിട്ട് പോയി. അതായത് ഇപ്പോ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറഞ്ഞാൽ അത് ചേർത്ത് വെക്കുമ്പോ, ഓക്കെ നോക്കിയേ, മാസ് ഓഫ് എ ന്യൂക്ലിയസിന്റെ മാസ്, അതായത് ഈ മാസ്, ആൻഡ് ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂവൻസ്, അത് അവന്മാർ ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള മാസും തമ്മിൽ എന്തുണ്ട്, ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസിന് വിളിക്കുന്ന പേരാണ് എന്ത്, മാസ് ഡിഫക്റ്റ്. അതായത് നമ്മള് എന്ത് ചെയ്യും, എടാ ഇവിടെ ആകെ ഉള്ളവന്മാർ ആരാണ്, പോസിറ്റീവ് ചാർജ് ആണ്. ഒരു ന്യൂക്ലിയസിൽ ആകെ ആര് മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പോസിറ്റീവ് ചാർജുകൾ ഒരുമിച്ച് വെക്കാന്നുള്ളത് ഭയങ്കര സീനായിട്ടുള്ള കാര്യമാണ്. എന്താണ് അവന്മാരുടെ ഇക്വേഷൻ, എഫ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ അല്ലേ. അപ്പൊ നോക്കിയേ, ആറിന്റെ വാല്യൂ കുറഞ്ഞെന്ന് വിചാരിക്കുക, എന്ത് കൂടും, ഫോഴ്സ് കൂടില്ലേ. അതായത് അവന്മാർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും തോറും ഭയങ്കര ഫോഴ്സ് ആവും. ഓക്കെ, ഭയങ്കര ഫോഴ്സ് ആവും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ രണ്ട് പോസിറ്റീവ് ചാർജിനെ ഒരുമിച്ച് വെക്കുമ്പോ അവിടെ എന്തുണ്ടാവും, അത് നടക്കണ കാര്യമല്ല. കുറച്ച് എനർജി എന്തായിട്ട് പോകും, പുറത്തോട്ട് നഷ്ടമായിട്ട് പോകും. ഓക്കെ, കുറച്ച് എനർജി എന്തായിട്ട് പോകും, പുറത്തോട്ട് നഷ്ടമായിട്ട് പോകും. അപ്പോ ആ നഷ്ടപ്പെട്ടു പോയ എനർജി, അതാണ് ഇവിടെ കണ്ട, ഒരു 20 എനർജി പോയി, ഇങ്ങോട്ട് എത്തിയപ്പോ അതെന്തായി, 20 എനർജി പോയി. ഓക്കെ, അപ്പോ എന്താ പറയണത്, മാസും ഒരു ന്യൂക്ലിയസിന്റെ ആകെയുള്ള മാസും അതിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസും തമ്മിൽ എന്തുണ്ട്, ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസിന് വിളിക്കുന്ന പേരാണ് എന്ത്, മാസ് ഡിഫക്റ്റ്. മാസ് പോയി, ആ ഇതിന് വിളിക്കുന്ന പേരാണ് മാസ് ഡിഫക്റ്റ്. ഇനി ഈ ഒരു ഇക്വേഷൻ ഉണ്ട് മക്കളെ, Z ഇൻറ്റു എം പി പ്ലസ് എ മൈനസ് Z ഇൻറ്റു എം എൻ. അതെങ്ങനെ വന്നു എന്നറിയോ, അതായത് എന്റെ കയ്യിൽ എന്തുണ്ട്, രണ്ട് പ്രോട്ടോൺ ഉണ്ട്. എന്റെ കയ്യിൽ എന്തുണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എന്റെ ആ പ്രോട്ടോണിന്റെ എണ്ണത്തിനെ എന്ത് വിളിക്കും, Z എന്ന് വിളിക്കും. പ്രോട്ടോണിന്റെ എണ്ണത്തിന് എന്ത് വിളിക്കും, Z എന്ന് വിളിക്കും. ഇനി ന്യൂട്രോണിന്റെ എണ്ണത്തിന് എന്ത് വിളിക്കും, A മൈനസ് Z എന്ന് വിളിക്കും. ആണോ, പറഞ്ഞ കാര്യം മനസ്സിലായ? എന്റെ കയ്യിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, ഒരു ന്യൂട്രോൺ ഉണ്ട്. പ്രോട്ടോണിന്റെ എണ്ണത്തിന് ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ Z എന്ന് വിളിക്കും. ന്യൂട്രോണിന്റെ എണ്ണത്തിന് എന്ത് വിളിക്കും, A മൈനസ് Z എന്ന് വിളിക്കും. ഇനി പ്രോട്ടോണിന്റെ ഒരു മാസിനെ MP എന്ന് വിളിക്കാം, അതായത് ഒരു മാസിനെ MP എന്ന് വിളിക്കാം. ന്യൂട്രോണിന്റെ ഒരു മാസിനെ എന്ത് വിളിക്കാം, MN എന്ന് വിളിക്കാം. ഓക്കെ, എന്ത് വിളിക്കാം, ഒരു ന്യൂട്രോണിന്റെ മാസിനെ MN എന്ന് വിളിക്കാം, ഒരു പ്രോട്ടോണിന്റെ മാസിനെ എന്ത് വിളിക്കാം, MP എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എന്തായിരിക്കും, ആദ്യം പ്രോട്ടോണിന്റെ പറ, Z ഇൻറ്റു MP. ഇനി മൊത്തം ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. പ്ലസ് ആരൊക്കെ ഉണ്ട് ഇനി, A മൈനസ് Z ഇൻറ്റു MN. ഓക്കെയാണോ? എഴുതിയത് മനസ്സിലായ? അതായത് Z എന്ന് പറയുന്ന ആറ്റോമിക് നമ്പർ, അതായത് പ്രോട്ടോൺസിന്റെ എണ്ണം, ഒരു പ്രോട്ടോണിന്റെ മാസ്. ഓക്കെ, പ്രോട്ടോൺസിന്റെ എണ്ണം, ഒരു പ്രോട്ടോണിന്റെ മാസ് അല്ലെ. ഒരു കൂടയില് എന്താണ് 10 പേന ഉണ്ടെന്ന് വിചാരിക്കാം, 10 നാരങ്ങ ഉണ്ടെന്ന് വിചാരിക്കാം. 10 നാരങ്ങ ഉണ്ട്, ഒരു നാരങ്ങയുടേത് 10 ആണെങ്കിൽ 10 × 10, അതാണ് എഴുതിയേക്കണത്. ഓക്കെ, അതേപോലെ തന്നെ ന്യൂട്രോണിന്റെ എണ്ണം A മൈനസ് Z, അതിന്റെ മാസ്. ഓക്കെ, ഒരെണ്ണത്തിന്റെ മാസ് അതാണിത്. ഓക്കെ, അപ്പൊ അതെന്തായി, കോൺസ്റ്റിറ്റ്യൂവൻസ് ആയി. അതിന്ന് ആരെ മൈനസ് ചെയ്യണം, ടോട്ടൽ മാസിനെ. ശരിക്കും അതായത് 120 മൈനസ് 100 ചെയ്തപ്പോ 20 കിട്ടിയില്ല, അതാണല്ലോ മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ആകെ ശരിക്കും ഉണ്ടായിരുന്ന മാസാണ് എന്ത്, ഒബ്സർവ്ഡ് മാസ്. ഓക്കെ, അതിന്ന് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ്, അതായത് നമ്മ ഉണ്ടാക്കുമ്പോ ഉണ്ടാക്കുന്ന മാസാണ് ഈ കാണാൻ എഴുതിയേക്കണത്. അതും ഇതും മൈനസ് ചെയ്ത് കഴിയുമ്പോ ഉണ്ടാവുന്ന സാധനത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്, മാസ് ഡിഫക്റ്റ്. പറഞ്ഞ കാര്യം മനസ്സിലായ? ഇത് ഇത്രയും നോക്കിയേ,
ഇത്രയും സാധനം എന്താണ് നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കുക. അതായത് പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും വെച്ച് നമ്മൾ ഉണ്ടാക്കിയത്. ഇതാണ് എന്ത് ശരിക്കും അതിനുണ്ടായിരുന്ന മാസ്. അതും ഇതും തമ്മിൽ ഡിഫറൻസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മാസ് ഡിഫക്റ്റ് കിട്ടും. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലോട്ട് പോവാ. ബൈൻഡിങ് എനർജി എന്താണ്? ബൈൻഡിങ് എനർജി ഈസ് ഈക്വാലന്റ് ഓഫ് മാസ് ഡിഫക്റ്റ്. അതായത് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? മാസ് ഡിഫക്റ്റിനോട് ഈക്വൽ ആണ്. ഓക്കെ, ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് എന്താണ്? മാസ് ഡിഫക്റ്റിനോട് ഈക്വൽ ആണ്. അപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തായിരുന്നു എനർജിയുടെ ഇക്വേഷൻ? E ഈക്വൽ ടു mc². ഇവിടെ എമ്മിന് പകരം ഡെൽറ്റ എം വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ബൈൻഡിങ് എനർജി എന്ന് വിളിക്കാം. ഓക്കെ, എന്താ പറഞ്ഞ? ബൈൻഡിങ് എനർജിനെ എങ്ങനെ വിളിക്കാൻ പറ്റും? ബൈൻഡിങ് എനർജി ഈക്വാലൻ ടു എന്താണ്? മാസ് ഡിഫക്റ്റ് ആണ്. എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഈക്വൽ ടു mc² ആണ്. അതിലെ എമ്മിന് പകരം ഡെൽറ്റ എം വന്നു കഴിഞ്ഞാൽ അതിനെന്ത് വിളിക്കാം? ബൈൻഡിങ് എനർജി എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ബൈൻഡിങ് എനർജി എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ബൈൻഡിങ് എനർജി മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ അപ്പോ ഡെൽറ്റ എം എന്ന് പറയുന്നത് എന്തായിരുന്നു? സെഡ് ഇൻറ്റു. അപ്പൊ ഡെൽറ്റ എം എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു ഡെൽറ്റ എം എന്ന് പറഞ്ഞാൽ സെഡ് ഇൻറ്റു എം പി പ്ലസ് എ മൈനസ് സെഡ് ഇൻറ്റു എം എൻ. ഓക്കെ, ഇതായിരുന്നു എന്ത്? ഇല്ല, ഇനിയുണ്ട് എം എൻ മൈനസ് എം. ഇതാണ് എന്ത്? ഡെൽറ്റ എം. ഇതേ ഇൻറ്റു c² ആണ് എന്ത്? ബൈൻഡിങ് എനർജി. ഓക്കെ, ഇ ബി എന്ന് പറഞ്ഞ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ ഇ ബി. ഇത്രയും എന്താണ് നേരത്തെ എഴുതിയത്? മാസ് ഡിഫക്റ്റ്. അതേ ഇൻറ്റു c². കുഴപ്പമില്ല. ഇതാണ് എന്ത്? ഡെൽറ്റ എം. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലോട്ട് പോവാ. വാട്ട് യു മീൻ ബൈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇപ്പൊ തന്നെയല്ലേ സാറേ ബൈൻഡിങ് എനർജി പഠിച്ചത്? അപ്പൊ പിന്നെ ഇതേതാ പുതിയ സാധനം? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. മക്കളെ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ പഠിക്കുന്നതിന്റെ ഒരു കാരണമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ന്യൂക്ലിയസുകൾ സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാണത് എന്ത് വെച്ചിട്ടാണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വെച്ചതാണ്. അതായത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ EBN കൂടുതലാണെങ്കിൽ അതിനെന്ത് കൂടുതലായിരിക്കും? സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്തിനാണ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസുകൾ സ്റ്റേബിൾ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുന്നവന് എന്ത് കൂടുതലായിരിക്കും? സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഇനി എന്താണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയാ? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് ദ റേഷ്യോ ഓഫ് ബൈൻഡിങ് എനർജി ആൻഡ് ദ നമ്പർ ഓഫ് ദി ന്യൂക്ലിയോൺസ് അല്ലെങ്കിൽ എന്താണ്? മാസ് നമ്പേഴ്സ്. ഓക്കെ, ന്യൂക്ലിയോൺസ് എന്നാ പറഞ്ഞത്. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയോൺസിൽ ആരൊക്കെ ഉണ്ടാവും? പ്രോട്ടോൺസ് ഉണ്ടാവും, ന്യൂട്രോൺസ് ഉണ്ടാവും. അതായത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ EBN ഈക്വൽ ടു റേഷ്യോ ഓഫ് ബൈൻഡിങ് എനർജി പെർ മാസ് നമ്പർ എന്ന് പഠിച്ചാലും മതി. ഓക്കെ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ എന്താ? ബൈൻഡിങ് എനർജി ആൻഡ് മാസ് നമ്പർ. പറഞ്ഞ കാര്യം മനസ്സിലായ? സിമ്പിൾ അല്ലേ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലോട്ട് പോവാം. ഹയസ്റ്റ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, അതായത് ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി ഉള്ള ന്യൂക്ലിയസ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? Fe56. അപ്പോ ബൈൻഡിങ് എനർജി കൂടുതലാണെങ്കിൽ അതിനർത്ഥം എന്താണ്? സ്റ്റെബിലിറ്റി കൂടുതലാണെന്നല്ലേ? ഓക്കെ, ബൈൻഡിങ് എനർജി കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിന്റെ എന്ത് കൂടുതലാണ്? സ്റ്റെബിലിറ്റി കൂടുതലാണ്. അപ്പോ ഇവനായിരിക്കും എന്ത്? സ്റ്റെബിലിറ്റി കൂടുതൽ. ഓക്കെ, സ്റ്റെബിലിറ്റി കൂടുതൽ. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തതിലോട്ട് പോയി കഴിഞ്ഞാല് എന്താ? എക്സ്പ്ലെയിൻ ദ ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ ബേസ്ഡ് ഓൺ ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ്. അതായത് ന്യൂക്ലിയർ ഫിഷനെയും ഫ്യൂഷനെയും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോന്റെ ടേമിൽ പറയാം. എന്ത് ചെയ്യാനാ? അതെ, വായിച്ചുതരാം. എ ഹെവി ന്യൂക്ലിയസ് മാസ് നമ്പർ ഈക്വൽ ടു 240 has lower binding energy per nucleus. Okay, such a heavy nucleus break into two lighter nuclei
thereby increasing the binding energy per nucleon, and the nucleons get more tightly bound. Energy would be released in the process. This is an implication of fission. അതായത് ന്യൂക്ലിയർ ഫിഷനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 30നും 170നും ആണ് അതിന്റെ ഇടയിലാണ് മക്കളെ ബൈൻഡിങ് എനർജി ഏറ്റവും കൂടുതലുള്ളത്. അതായത് ആ ഒരു റേഞ്ചിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. അതിൽ നിന്ന് 170 അപ്പുറത്തോട്ട് പോയാലും 30 ഇപ്പുറത്തോട്ട് പോയാലും കുറവാണ്, സ്റ്റെബിലിറ്റി കുറവാണ്. ഈ ഒരു റേഞ്ചിൽ മാത്രമാണ് എന്തുള്ളത് സ്റ്റെബിലിറ്റി ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് ബൈൻഡിങ് എനർജി കൂടുതൽ. ഓക്കെ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഉള്ള റേഞ്ച് ആണ് ഇത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഓക്കെ ഇവിടത്തെ മാസ് നമ്പർ 240 ആണ്, അതായത് 170 മുകളിൽ എന്ന് വെച്ചാൽ അതിന് കുറവാ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. ഓക്കെ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലുള്ളവന്മാര് ആരാണ്? 30 തൊട്ട് 170 വരെയാണ്. അതിന് മുകളിലുള്ളവന്മാർക്ക് എന്താണ്? ബൈൻഡിങ് എനർജി കുറവാണ്. ഓക്കെ, ബൈൻഡിങ് എനർജി കുറവാണ്. അപ്പൊ അതെന്താണ്? അപ്പൊ ആ ഹെവി ന്യൂക്ലിയസ് എന്തായിട്ട് മാറും? 2 ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് മാറും. അതായത് 240 എന്ന് പറയുന്ന വലിയ മാസ് നമ്പർ ഉള്ള ന്യൂക്ലിയസ് എന്താണ് സ്റ്റെബിലിറ്റി ഇല്ലാത്ത കാരണം അതെന്തായിട്ട് മാറും? ചെറിയ 2 ന്യൂക്ലിയസുകളായിട്ട് മാറും. ഓക്കെ, ചെറിയ 2 ന്യൂക്ലിയസ് ആവുക എന്ന് പറഞ്ഞു വെച്ചാല് സ്റ്റേബിൾ ഫോമിലോട്ടായിട്ട് മാറാം. അതായത് ഈ ഒരു റേഞ്ചിൽ വരാം. അപ്പോ thereby increasing binding energy. അപ്പോ 2 ലൈറ്റർ ന്യൂക്ലിയ ആയി കഴിഞ്ഞാൽ അവന്മാരുടെ ബൈൻഡിങ് എനർജി കൂടും. അപ്പൊ എന്താവും? അവന്മാർ തമ്മിൽ നല്ല ടൈറ്റ്ലി ബോണ്ട് ആവും. പിന്നെ എനർജി വുഡ് ബി റിലീസ്ഡ് ഇൻ ദ പ്രോസസ്. അപ്പോ ഈ ഒരു പ്രോസസ്സിൽ എനർജി റിലീസ്ഡ് ആവും. അതായത് സംഭവം ഇത്രേ ഉള്ളൂ, ഒരു ഹെവി ന്യൂക്ലിയസ് ആയിട്ടുള്ള ഒരു ആറ്റോമിക് മാസ് 240 ആയിട്ടുള്ള ന്യൂക്ലിയസുകൾക്ക് കൂടുതലാണ്? ബൈൻഡിങ് എനർജി കുറവാണ്. ഓക്കെ, അപ്പൊ അവന്മാര് സ്റ്റെബിലിറ്റിയും കുറവായിരിക്കും. അപ്പൊ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഇവന്മാരും തമ്മിൽ 2 ചെറിയ ലൈറ്റർ ന്യൂക്ലിയ ആവും. അപ്പോ അവന്മാരുടെ റേഞ്ച് എന്തിൽ വരുള്ളൂ? 30 170 ഇടയിൽ വരുള്ളൂ. ഓക്കെ, അങ്ങനെ വരുമ്പോ അവന്മാരെന്തായി? ഹയർ ബൈൻഡിങ് എനർജി ആയി, ഹയർ സ്റ്റെബിലിറ്റി ആയി. ഓക്കെ, ഈ പ്രോസസ്സിൽ എനർജി പുറത്തോട്ട് വിടും. ഓക്കെ, ഇത് എന്തിലാണ് ഇംപ്ലിമെന്റ് ചെയ്യണത്? ന്യൂക്ലിയർ ഫിഷനിൽ. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ന്യൂക്ലിയർ ഫിഷൻ. ഇനി 2 വെരി ലൈറ്റ് ന്യൂക്ലിയ എടുക്കുക, ലോവർ ബൈൻഡിങ് എനർജി ആയിരിക്കും. They join to form a heavier nucleus, thereby increasing the binding energy per nucleon and more tightly bond. Energy would be released. This implication is fusion. അതായത് ഒരു വലിയല്ല ചെറിയ 2 ചെറിയ ലൈറ്റ് ന്യൂക്ലിയ എടുക്കുക, അതായത് 30 ചെറുതായിട്ടുള്ളവന്മാര്. അപ്പോ അത്രയും ചെറിയ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവായിരിക്കും. അതായത് ആ 2 ചെറിയ ന്യൂക്ലിയകൾക്ക് കുറവാണ്? അവന്മാര് 30 താഴെ പോയി കഴിഞ്ഞാൽ അവന്മാർക്ക് കുറവായിരിക്കും? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവായിരിക്കും. ഓക്കെ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവായ ഒരു സ്ഥാനത്തിന് കുറവായിരിക്കും? സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അങ്ങനെ അവന്മാര് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഈ 2 കൂടി ഒരുമിച്ചാവാൻ നോക്കും. ഈ 2 കൂടി നോക്കും? ഒരുമിച്ചിട്ട് ഒരു സ്റ്റേബിൾ ഫോമിലോട്ടാവാൻ നോക്കും. അതാണ് ഈ പറയണത്. അതായത് 10 ചെറുതാണ് മാസ് നമ്പർ ഉണ്ടെങ്കിൽ അതിന് ലോവർ ബൈൻഡിങ് എനർജി ആയിരിക്കും. ഒരു വലിയ ന്യൂക്ലിയസ് ആവാൻ ട്രൈ ചെയ്യും. അപ്പൊ അതിന്റെ ബൈൻഡിങ് എനർജിയും കൂടും. ടൈറ്റ്ലി ബോണ്ട് ആവും. അവന്മാര് തമ്മിൽ നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇത് നടക്കുന്ന സ്ഥലമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതിലോട്ട് പോവാ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് much stronger than Coulomb repulsive force between 2 protons inside the nucleus and the gravitational force between the masses. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ കഥ നമുക്കറിയാവുന്നതാണ് അല്ലെ? നമ്മളൊക്കെ നിൽക്കണത് ഭൂമിയിൽ നടന്നു പോണതൊക്കെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളതാണ്. ഭൂമി കറങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്. ഈ ഫോഴ്സിനേക്കാളും സ്ട്രോങ്ങർ ഫോഴ്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫോഴ്സാ? ന്യൂക്ലിയർ ഫോഴ്സാ. ഓക്കെ, അതായത് ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഫോഴ്സാണ് ഏറ്റവും വലിയ അതായത് ഒരു പ്രദേശം അല്ലെങ്കിൽ ഇത് തന്നെ നശിപ്പിക്കാൻ പറ്റാവുന്ന ഫോഴ്സാണ് എന്തുള്ളത്. ആ ഫോഴ്സ് ബ്രേക്ക് ചെയ്താൽ ഉണ്ടാവുന്ന ആ ഒരു ഭീകരത ഒക്കെ ഭയങ്കര ഇതാണ്, നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഈ 2 പ്രോട്ടോൺസ് തമ്മിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഒരു ന്യൂക്ലിയസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ആ ഒരു ഫോഴ്സ് ഭയങ്കര സ്ട്രോങ് ആണ്. അതായത് ഇവന്മാരുടെ ഫോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ആളെ ഒരു കാരണവശാലും വിടൂല. മനസ്സിലായ? ഇതിപ്പോ 3 പേരുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരെണ്ണം ഒരു പേന ഇപ്പൊ 3 പേരുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ,
അപ്പോൾ ഇവനും ഈ പേനയും തമ്മിൽ പണ്ടറ ഫോഴ്സ് ആയിരിക്കും, ഈ പേനയും ഈ കൈയും തമ്മിൽ ഭയങ്കര ഫോഴ്സ് ആയിരിക്കും. പക്ഷെ ഈ കൈയും തമ്മിൽ എന്തുണ്ടാവില്ല, വലിയ ബന്ധം ഉണ്ടാവില്ല. അതായത് തൊട്ടടുത്തിക്കണം നാളെ പണ്ടറ രീതിയിൽ അങ്ങോട്ട് എന്താണ് വലിച്ചങ്ങോട്ട് പിടിക്കും. അതാണ് ഇവന്മാരുടെ ന്യൂക്ലിയർ ഫോഴ്സിന്റെ പ്രത്യേകത. ഓക്കെ, തൊട്ടടുത്തുള്ള ആളെ ഭയങ്കര റേഞ്ച് ഒന്നുമില്ല, റേഞ്ച് ഒക്കെ ഭയങ്കര കുറവാണ്. ഓക്കെ, തൊട്ടടുത്തുള്ള ആളെ ഒരു കാരണവശാലും വിടില്ല, അതാണ് സംഭവം. അപ്പോൾ ഇവനാണ് എന്ത് ഏറ്റവും സ്ട്രോങ്ങർ ഫോഴ്സ്. ഇവൻ എന്തിനേക്കാളൊക്കെ സ്ട്രോങ് ആണ് കൂളം ഫോഴ്സിനേക്കാളും, പിന്നെന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളൊക്കെ വലുതാണെന്ന് പറയണത്. The force between two nucleus falls rapidly to zero. The distance is more than few femtometer. ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞു, ഈ ന്യൂക്ലിയസുകളുടെ ഫോഴ്സുകൾ എന്ത് റേഞ്ചിലായിരിക്കും, ഫെംറ്റോമീറ്റർ റേഞ്ചിലായിരിക്കും. അതായത് 10⁻⁻50. എന്താണ് ഫെംറ്റോമീറ്റർ എന്ന് പറയുന്നത്? 10⁻⁻50 മീറ്റർ റേഞ്ചിലുള്ളതാണ്. ഓക്കെ, അത്രത്തോളം ചെറുതാണ് എന്ത്, അത്രത്തോളം ചെറുതായിരിക്കും എന്ത്, ന്യൂക്ലിയർ ഫോഴ്സുകളുടെ റേഞ്ച്. ഓക്കെ, വലിയ റേഞ്ചിൽ പിടിക്കാൻ ഫോഴ്സ് പിടിച്ചാലല്ല, ചെറിയ സ്ഥലത്ത് ഒടുക്കത്തെ ശക്തി, അതാണ് ന്യൂക്ലിയർ ഫോഴ്സുകൾ. ഇനി എന്താണ്, ദ ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ് ഫോർ ദ ഡിസ്റ്റൻസ് ലാർജർ ദാൻ 0.8 ഫെംറ്റോമീറ്റർ. അതായത് ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ് ഫോർ ദ ഡിസ്റ്റൻസ് ലാർജർ 0.8 കൂടുതലാണെങ്കിൽ ഫോഴ്സ് എന്താവും, ഭയങ്കര അട്രാക്റ്റീവ് ആവും, 0.8 ഫെംറ്റോമീറ്റർ. ആൻഡ് റിപ്പൾസീവ്, they are separated by the distance less than 0.8 fm. അതായത് 0.8 fm, എഫ്എമ്മിനേലും ലാർജ് ആണെന്ന് വിചാരിക്കട്ടെ, എഫ്എമ്മിനേലും ലാർജ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് കൂടും, അത് അട്രാക്റ്റീവ് ആവും, ആ ഫോഴ്സ് എന്താവും, അട്രാക്റ്റീവ് ആവും. ഇനി ഫെംറ്റോമീറ്റർ 0.8 ഫെംറ്റോമീറ്ററിന് താഴെയാണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അത് എന്താവും, സെപ്പറേറ്റഡ് ആവും, അതായത് റിപ്പൾസീവ് ആവും, ആ ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ഇതാണ് എന്ത്, 0.8 ആണ് അതിന്റെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി ദ ന്യൂക്ലിയർ ഫോഴ്സ് ബിറ്റ്വീൻ ദ ന്യൂട്രോൺ പ്രോട്ടോൺ ആൻഡ് പ്രോട്ടോൺ ന്യൂട്രോൺ പ്രോട്ടോൺ അപ്രോക്സിമേറ്റ്ലി ദി സെയിം. ദ ന്യൂക്ലിയർ ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജുകൾ എന്ത് ചെയ്യണില്ല, ന്യൂക്ലിയർ ഫോഴ്സുകൾ ഡിപ്പെൻഡ് ചെയ്യണില്ല. അതായത് ഒരു പ്രോട്ടോണും അതായത് പിന്നെന്താണ്, അതായത് നമ്മുടെ ന്യൂക്ലിയസിനകത്ത് ആരും ന്യൂട്രോണും പ്രോട്ടോണും, അതായത് ന്യൂട്രോണും പ്രോട്ടോണും ന്യൂട്രോണും 3 കോമ്പിനേഷൻ, അതായത് പ്രോട്ടോണും ന്യൂട്രോണും ഇവർ 3 പേരിലോ, അതായത് എല്ലാ സ്ഥലത്തെയും ഈ 3 സ്ഥലത്തെയും എന്ത് സെയിം ആണെന്നാ പറയണത്, അപ്രോക്സിമേറ്റ്ലി സെയിം. ന്യൂക്ലിയർ ഫോഴ്സുകൾ എന്തായിരിക്കും, ഈ 3 സ്ഥലങ്ങളിലെ ന്യൂക്ലിയർ ഫോഴ്സ് സെയിം ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇനി റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, എക്സ്പ്ലോഷൻ നടക്കുക. അതായത് എക്സ്പ്ലോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി, ഹെവി ന്യൂക്ലിയസുകൾ എന്ത് സംഭവിക്കുക, പെട്ടെന്ന് സഡൻ ആയിട്ട്, അതായത് അവന്മാർ ഭയങ്കര എന്താണ് ഹെവി ന്യൂക്ലിയസ് ആയിരിക്കും, അതായത് മാസ് നമ്പർ കൂടുതലായിരിക്കും. അപ്പൊ അവന്മാര് ഇൻസ്റ്റെബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ ആ ഇൻസ്റ്റെബിലിറ്റിയിൽ നിന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഇവന്മാരെന്താവും, സഡൻലി ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ വിട്ടു. അതായത് ഇപ്പൊ ന്യൂക്ലിയർ ഫിഷൻ നടക്കൂലേ, വലിയ ന്യൂക്ലിയസുകൾ രണ്ടായിട്ട് മാറുക. ഓക്കെ, അതേപോലെ എന്തായിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് ഇങ്ങനെ ന്യൂക്ലിയസുകൾ 2 സ്പ്ലിറ്റ് ആയിട്ട് ചെറിയ ന്യൂക്ലിയസുകളായിട്ട് മാറും. അങ്ങനെ ആ വിളിക്കുന്ന പേരാണ് എന്ത്, റേഡിയോ ആക്റ്റീവ്. അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ആര്, ഹെൻറി. ഓക്കെ, ഈ എത്ര ടൈപ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, റേഡിയോ ആക്റ്റീവ് എത്ര ടൈപ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽഫ, ബീറ്റ, ഗാമ. ഇവന്മാരൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും, സഡൻ ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അവന്മാർ സ്റ്റേബിൾ ആണവരെ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി അടുത്തത് എന്താണ് മക്കളെ പറയാനുള്ളത്, അടുത്തതാണ് ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ എന്താണ്, ന്യൂക്ലിയർ ഫിഷൻ ഞാനേ വരച്ച് കാണിച്ചു തരാം. ന്യൂക്ലിയർ ഫിഷൻ വരച്ച് കാണിച്ചു തരാം. നോക്കട്ടാ, ഈ കറുപ്പ വരച്ചേക്കണതാണ് പ്രോട്ടോൺ. ഓക്കെ, അപ്പൊ ഈ ചുവപ്പ് എന്താണ്, ന്യൂട്രോൺ. കറുപ്പ പ്രോട്ടോണും ചുവപ്പ് എന്താണ്, ന്യൂട്രോണും. ഇവൻ എന്താണ്, ഭയങ്കര മാസ് കൂടുതലുള്ളതെന്ന് വിചാരിക്കും. ഇപ്പൊ 230 മാസ് നമ്പർ 230 കൂടുതലുള്ളവനാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോറി, 230 കൂടുതലാണ് ഇതിന്റെ മാസ് നമ്പർ. അപ്പൊ ഇവന്മാരെന്താണ്, സ്റ്റേബിൾ ആണോ, സ്റ്റേബിൾ അല്ലേ, സ്റ്റേബിൾ അല്ല. ഓക്കെ, അപ്പൊ ഇവന്മാരെന്താവും, അപ്പോ
ഞാനിവിടെ ഒരു ന്യൂട്രോണിനെ കൊണ്ട് ഇടിപ്പിച്ചു. ഞാനിവിടെ എന്ത് ചെയ്തു? ഒരു ന്യൂട്രോണിനെ കൊണ്ട് ഇടിപ്പിച്ചാൽ ഇവന്മാരെന്താവും? രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ആവും. ഓക്കെ, ഇവന്മാരെന്താവും? രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ആവും. ഓക്കെ, അപ്പൊ എന്താണ്? അറിയട്ടെ. ഓക്കെ, വലിയൊരു ന്യൂക്ലിയസിനെ ഒരു ന്യൂട്രോൺ വെച്ച് ഇടിപ്പിച്ചപ്പോ അതെന്തായി? രണ്ട് ചെറിയ എന്തായി? ന്യൂക്ലിയസുകളായി. ചെറിയ രണ്ട് ന്യൂക്ലിയസുകളാകും. ഇനി അതെന്ത് ചെയ്യും? 3 ന്യൂട്രോൺസിനെ പുറത്തോട്ട് വിടും. ഓക്കെ, അതിനകത്ത് ബാക്കിയുള്ള 3 ന്യൂട്രോൺസിനെ പുറത്തോട്ട് വിടും. ഇതാണ് ഈ എക്സ്പ്രഷൻ. നോക്കിയേ, ഒരു ന്യൂട്രോൺ, ഒരു യുറേനിയം ഇവിടെ വരക്കാൻ പറ്റുന്നോട്ടെ. അതായത് ഇതാണ് യുറേനിയം 235. ഓക്കെ, ഇവൻ മാസ് നമ്പർ 117 കൂടുതലല്ലേ? അപ്പൊ ഇവൻ ബൈൻഡിങ് എനർജി കുറവല്ലേ? അതായത് ഇവൻ സ്റ്റെബിലിറ്റി കുറവല്ലേ? സ്റ്റെബിലിറ്റി കുറവായ ഒരു സാധനം സ്റ്റേബിൾ ആകും. ഓക്കെ, എങ്ങനെയാണ് സ്റ്റേബിൾ ആവണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന് ഒരു ന്യൂട്രോൺ വെച്ച് എന്ത് ചെയ്യും? ഇടിപ്പിക്കും. അപ്പോ ഇവൻ എന്താവും? രണ്ട് ചെറിയ ന്യൂക്ലിയസുകളാവും. ഓക്കെ, രണ്ട് ചെറിയ ന്യൂക്ലിയസുകളാവും. ഇതേ കണ്ട, യുറേനിയം 236നെ ഇടിപ്പിച്ച് കഴിയുമ്പോ, അതായത് നോക്കിയേ, ഇപ്പോ ഒരു ന്യൂട്രോൺ വെച്ചിട്ട് ഇതിനെ ഇടിപ്പിച്ചു. അപ്പൊ ഇതെന്താവും? ഒരെണ്ണവും കൂടി കയറും. ഓക്കെ, ഇതിനകത്ത് ആര് കയറും? ഒരെണ്ണവും കൂടി കയറും. ദേ, ഒരു ന്യൂട്രോൺ ഇടിപ്പിച്ച ന്യൂട്രോൺ കയറിയിട്ടുണ്ട്. പിന്നെ ആരൊക്കെ ഉണ്ട്? അതിനകത്ത് ഉണ്ടാവുന്ന ബാക്കിയുള്ള പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഉണ്ട്. അതായത് 235 എന്ന് പറഞ്ഞാൽ കൂടി കയറിക്കാൻ എന്തായി പറയണ? യുറേനിയം 236. ഇതെന്താണ്? ഭയങ്കര സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പൊ ഇവന്മാരെന്താവണം? രണ്ടായിട്ട് മാറണം. അതായത് ചെറിയ രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ആവണം. അപ്പോ ചെറിയ രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ആയി. ഇതേ രണ്ട് ചെറിയ ന്യൂക്ലിയസുകളായി സ്പ്ലിറ്റ് ആയി. ഒരെണ്ണം ബേരിയം, ഒരെണ്ണം എന്താണ്? ക്രിപ്റ്റോൺ. ഇതേ നോക്കിയേ, ഇതേ കണ്ട, 236 ഉള്ള ന്യൂക്ലിയസ് യുറേനിയം 236 സ്പ്ലിറ്റ് ആയിട്ട് ഒരു ബേരിയം ആയി, ഒരു ക്രിപ്റ്റോൺ ആയി. ബാക്കി എന്തുണ്ട്? ഒരു 3 ന്യൂട്രോൺസും പുറത്തോട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് ആ ഇക്വേഷൻ. നോക്കിയേ, യുറേനിയം 235നെ ഒരു ന്യൂട്രോൺ വെച്ച് ഇടിപ്പിച്ചപ്പോ എന്താ? യുറേനിയം 236 ആയി. അപ്പൊ അതിനൊട്ട് നിൽക്കാൻ പറ്റൂല. അതെന്തായും? രണ്ട് ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഓക്കെ, അത് ഒരെണ്ണം 144 എന്താണ്? ഇതല്ലേ റേഞ്ച്? 30നും 170നും ഇടയിലായിരിക്കണമല്ല. ഓക്കെ, അപ്പോ ഈ റേഞ്ചിലുള്ളതാണ് എന്ത്? 144ഉം 89ഉം. അപ്പൊ അതെന്താണ്? സ്റ്റേബിൾ ആയി. ബാക്കി എന്തുണ്ടാവും? 3 ന്യൂട്രോൺസ് ഉണ്ടാവും. ഇത് എവിടെ നടക്കുന്ന പരിപാടിയാണ്? ആറ്റം ബോംബിൽ നടക്കണതാണ് കേട്ടോ. ഇത് കൺട്രോൾ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, കൺട്രോൾ ചെയ്യാണ്ട് വിട്ട് കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ഒരു എക്സ്പ്ലോഷൻ ആയിട്ട് മാറും. ഓക്കെ, നാഗസാക്കി, ഹിരോഷിമയിലൊക്കെ നടന്ന പോലെ. അതായത് 3 ന്യൂട്രോൺസ് അല്ലേ വിടണം കേട്ടോ? 3 ന്യൂട്രോൺസ്. ഈ 3 ന്യൂട്രോൺസ് വേറൊരു യുറേനിയത്തിനെ, യുറേനിയം 235നെ പോയി ഇടിച്ചു കഴിഞ്ഞാല് എന്താവും? ഒരു ഇവിടെ ഇപ്പുറത്തുനിന്ന് പുറത്തോട്ട് വരുന്ന ന്യൂട്രോൺസ് എന്താകും? 3, 6, 9 എണ്ണായി അല്ലേ? ഇതിന്ന് 3, ഇതിന്ന് 3, 9 ന്യൂട്രോൺസ് പുറത്തോട്ട് വന്നു. അപ്പൊ ഈ പുറത്തോട്ട് ഈ ഒരു എക്സ്പ്ലോഷൻ, അതായത് ഒരെണ്ണം 2 ആവുന്നു. ഓക്കെ, 2 എന്താവും? 4 ആവും. 4 എന്താവും? 4 8 ആവും. അങ്ങനെ എന്താ ഒരു സ്പ്ലിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവന്മാരെ പുറത്തോട്ട് വിടുന്ന എനർജി എന്താണ്? ഭയങ്കര ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഓക്കെ, ന്യൂക്ലിയർ ഫോഴ്സുകളുടെ ആ ഒരു ബോണ്ടിങ് മാറിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു സീനാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ച് വെക്കണം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഒരു ന്യൂട്രോൺ 235 ഉള്ള യുറേനിയത്തെ പിടിച്ചു, 236 ആയി. അതെന്തായി? ഒട്ട് നിൽക്കാൻ പറ്റില്ല. ഒരു ബേരിയോ, ഒരു ക്രിപ്റ്റോൺ ആയി. 3 ന്യൂട്രോൺസും പുറത്തോട്ട് വിട്ടു. അത്രയും കാര്യം വിളിച്ചാൽ മതി ട്ടാ. ഇനി എന്താണ് ഫിഷൻ? ദ പ്രോസസ് ഇൻ വിച്ച് ഹെവിയർ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ഇൻടു 2 ലൈറ്റർ ന്യൂക്ലിയൈ. അതായത് ഒരു ഹെവി ന്യൂക്ലിയസിനെ ഭയങ്കര ഹെവി ന്യൂക്ലിയസ് ആയിന എന്ത് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ന്യൂക്ലിയസ് ആക്കി മാറ്റിച്ച് 2 ചെറിയ സ്റ്റേബിൾ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്നതാണ് എന്ത്? ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, ഇത് നോക്കണ്ട കേട്ടോ. ഇതെന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ? ദ പ്രോസസ് ഇൻ വിച്ച് 2 ലൈറ്റ് ന്യൂക്ലിയൈ, 2 ലൈറ്റ് ന്യൂക്ലിയകൾ കമ്പൈൻ ചെയ്തിട്ട് ലാർജർ ന്യൂക്ലിയസ് ആയി മാറുന്നു. അതായത് 2 ചെറിയ ന്യൂക്ലിയസുകള്. ഓക്കെ, അതായത് സ്റ്റെബിലിറ്റി ഭയങ്കര കുറവ്, 10ലും കുറവാണെന്ന് വിചാരിക്കാം. ഓക്കെ, 10ലും കുറവാണെങ്കിൽ, ഓക്കെ, 10ലും കുറവുള്ള 2 ന്യൂക്ലിയസുകൾക്ക് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഇവന്മാരെന്ത് ചെയ്യും? രണ്ടും കൂടി ഒരുമിച്ചാവും.
രണ്ടും കൂടി എന്താവും ഒരുമിച്ചായിട്ട് ഒരു ബിഗ്ഗർ ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഇത് എന്തിന്റെ റേഞ്ചിലായിരിക്കും? 30 തൊട്ട് എവിടെ വരെയുള്ള ഒരു 170 വരെയുള്ള റേഞ്ചിലോട്ടായിരിക്കും. അങ്ങനെ അതെന്താവും സ്റ്റേബിൾ ആവും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയർ ഫ്യൂഷൻ. when they release the large amount of energy. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ലാർജ് എമൗണ്ട് ഓഫ് എനർജി പുറത്തോട്ട് വിടുന്നുണ്ട്. ഓക്കെ, അതായത് ന്യൂക്ലിയസുകൾ തമ്മിൽ ചേരുമ്പോൾ, രണ്ട് ലൈറ്റ് ചെറിയ ന്യൂക്ലിയസുകൾ തമ്മിൽ ചേർന്ന് വലിയ ന്യൂക്ലിയസ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തോട്ടേക്ക് നല്ലൊരു എനർജി പുറത്തോട്ട് വിടുന്നുണ്ട്. ഇത് നടക്കാൻ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും വേണം. എന്താ പറഞ്ഞ? ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും വേണം. ഓക്കെ, ഇതപ്പോ എന്താണ് നമുക്ക് മാനുവലി നമുക്ക് അല്ലെങ്കിൽ ലബോറട്ടറിയിൽ ഇതൊന്നും നടക്കാൻ സാധ്യതയില്ല. അതായത് ഉണ്ടാക്കാൻ പറ്റും, ചെറിയ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഇതൊക്കെ ശരിക്കും സംഭവിക്കുന്നത് എവിടെയാണ്? സൂര്യനിലാണ്. ഓക്കെ, അതായത് അത്രത്തോളം എന്താണ് സൂര്യനിൽ എന്താണ് അപ്പൊ അത്രയും ചൂടുണ്ടാവാൻ കാരണം? സൂര്യൻ ഭയങ്കര മാസമുള്ള ഒരു സംഭവം അല്ലെ, മാസമുള്ളൊരു പ്ലാനറ്റ് ആണ്. അപ്പൊ ഈ പ്ലാനറ്റിന് എന്ത് ഗ്രാവിറ്റി നല്ലോണം താഴത്തോട്ട് വലിക്കണം. ഓക്കെ, താഴത്തോട്ട് നല്ലോണം ഗ്രാവിറ്റി വലിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ഭയങ്കര ചൂടാവും. ഓക്കെ, അങ്ങനെ അതിൽ പ്രഷറും കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ഈ സൂര്യനിൽ ഇത് ശരിക്കും നടക്കുന്നുണ്ട്. എന്ത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞ പരിപാടി നടക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യണത്? എനർജി പുറത്തോട്ട് കിട്ടിയിട്ട് ഭയങ്കര ഒരു അൾട്രാ വയലറ്റ് ഫോമിലോട്ടൊക്കെ, അൾട്രാ വയലറ്റ് അല്ല കുറെ രീതിക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോ സൂര്യനിൽ നടക്കുന്ന പ്രക്രിയ എന്താണ്? ഇതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഓക്കെ, ഇനി തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, എന്താണ് തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ? ന്യൂക്ലിയർ ഫ്യൂഷൻ ടു ഒക്കർ ബൾക്ക് മാറ്റർ the temperature of the material to be raised until particles have the enough energy to penetrate Coulomb barrier. This process is called thermonuclear fission. അതായത് ഈ എന്താണ് ഈ രണ്ട് ന്യൂക്ലിയസുകൾ അല്ലേ, രണ്ട് ന്യൂക്ലിയസ് ആണ് അല്ലെ, രണ്ടിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് അല്ലേ അല്ലേ. അപ്പൊ കുളം ഫോഴ്സ് ഇല്ല അവിടെ, എന്താണ് സിമിലർ ചാർജുകൾ തമ്മിൽ എന്താണ് ഒട്ടിപ്പിടി അല്ലെങ്കിൽ ചേർത്ത് വെക്കാൻ കുറച്ച് പാടല്ലേ. ഇവന്മാരെന്ത് ചെയ്യും? റിപ്പല്ല് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ഇങ്ങനെ റിപ്പല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചർ കൊടുക്കണം. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ? ഇവന്മാർ ഒരിക്കലും ചേരൂല, ചേരാത്തവന്മാരെ നമ്മൾ പിടിച്ച് കയറ്റണത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ന്യൂക്ലിയസുകൾ തമ്മിൽ ചേരണമെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തോണ്ടിരിക്കണം? നല്ല രീതിക്ക് ടെമ്പറേച്ചർ കൊടുത്തോണ്ടിരിക്കണം. ഓക്കെ, അങ്ങനെ കൊടുക്കാൻ പറ്റണം, എന്നാലേ മാത്രമേ എന്താവുള്ളൂ? ഒരുമിച്ചാവുള്ളൂ. അത് ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ. അതൊരു ഫ്യൂഷനിൽ രണ്ട് ചെറിയ ന്യൂക്ലിയസുകളെ തമ്മിൽ ചേർക്കല്ലേ, ഒരുമിച്ച് ചേർക്കല്ലേ. അപ്പൊ മരടിൽ എന്തുണ്ട്? കുളം ഫോഴ്സ് ഉണ്ട്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കൊടുത്തോണ്ടിരിക്കണം? ടെമ്പറേച്ചർ കൊടുത്തോണ്ടിരിക്കണം. കുഴപ്പമില്ല. അതാണെന്ത് തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ. അതാണ് തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇനി എന്താണ് എനർജി ജനറേഷൻ ഇൻ സ്റ്റാർസ്? ഈ സ്റ്റാർസിലൊക്കെ ഉണ്ടാവുന്നത്, സ്റ്റാർസ് മറ്റേ നക്ഷത്രങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു എനർജി ജനറേഷൻ എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ. കാരണം എന്താണ്? അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ പരിപാടിയാണ് നടക്കണം. ഓക്കെ ആണല്ലോ. ഇനി ഈ ഇക്വേഷനിൽ ഇത് കാണാണ്ട് പഠിക്കണം. ഇത് എന്തായാലും ചോദിക്കാണ്ടിരിക്കാം. ഓക്കെ, ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ കുറെ ഒന്നും പഠിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. H11. ഓക്കെ, ഹൈഡ്രജൻ ആറ്റം സ്റ്റേബിൾ ആവണത് എവിടെയായിരിക്കും? ഹീലിയത്തിലായിരിക്കും. ഓക്കെ, ഹൈഡ്രജൻ ആറ്റം സ്റ്റേബിൾ ആവണത് ഹീലിയത്തിലാണ്. അപ്പൊ നോക്കിയേ, രണ്ട് ഹൈഡ്രജൻ ആറ്റം ചേർന്നിട്ട് എന്തായി? H12 ആയി. ഓക്കെ, ഈ H12 ഇത് പഠിക്കണ്ടേ? ഈ കാണുന്ന സംഭവമില്ലേ, ഇതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എനർജി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ എന്തായി? രണ്ട് ഹൈഡ്രജൻ ആറ്റം ചേർന്നിട്ട് എന്ത് കിട്ടി? രണ്ട് ഹൈഡ്രജൻ ആറ്റം ചേർന്നിട്ട് H12 ആയി. ഇനി ഈ H12ഉം വേറൊരു ഹൈഡ്രജൻ ആറ്റം ചേർന്നിട്ട് എന്തായി? H32 ആയി. ഓക്കെ, H32 ആയി. സോറി, H23 എന്നാട്ടാ, ഹീലിയം 23 എന്നാണ്. അതായത് H11 പ്ലസ് H11 എന്ത് കിട്ടി? H12 കിട്ടി പ്ലസ് എനർജി. ഇങ്ങനെ പഠിക്കുക. ഇനി ഈ H12 പ്ലസ് H11 ചെയ്തപ്പോൾ എന്ത് കിട്ടി? H23 കിട്ടി. ഇനി ഈ H23 പ്ലസ് ഒരു ഹൈഡ്രജൻ ആറ്റം കൂടി ചേർത്ത് കഴിയുമ്പോൾ എന്താവും? H24 ആകും. പ്ലസ് എനർജി എല്ലായിടത്തിലും എഴുതി വെക്കാം, പ്ലസ് എനർജി. ഓക്കെ, എന്താണ്? രണ്ട് ഹൈഡ്രജൻ ആറ്റം ചേർന്നപ്പോ H12 ആയി. ഈ ഹൈഡ്രജനും വേറൊരു ഹൈഡ്രജൻ ചേർന്നപ്പോ എന്തായി? H23 ആയി. ഇനി ഇവിടെ ഉണ്ടാവുന്ന ഹൈഡ്രജനും വേറൊരു ഹൈഡ്രജൻ ചേർന്നപ്പോ എന്തായി? He ഹീലിയം
2 4 ആയി. എന്തായി? ഹീലിയം 2 4 ആയി. ഇവിടെ തന്നെ ഹീലിയം 2 4 ആയി. ഹീലിയം 2 4 ആയി. അപ്പൊ ഇത്രയും ഇങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, പ്ലസ് എനർജി എഴുതി വെച്ചാൽ മതി. ഇതൊക്കെ എനർജിയാണ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? എനർജിയാണ്. എല്ലാനും എനർജിയാണ് കേട്ടാ. അപ്പൊ എന്ത് ചെയ്യാ? ന്യൂക്ലിയർ പ്രോട്ടോണും എനർജി റിലീസ് ചെയ്യുന്നത്, അതായത് എന്താണ്? രണ്ട് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയസുകൾ തമ്മിൽ ഫ്യൂഷൻ ചെയ്യുമ്പോൾ, ഓക്കെ, രണ്ട് ന്യൂക്ലിയസുകൾ തമ്മിൽ എന്താണോ ഉള്ളത്? ആകെ പ്രോട്ടോൺസ് മാത്രമല്ല, ചാർജ് ഉള്ള 2 പ്രോട്ടോൺസ് മാത്രമാണ്. അപ്പൊ അവന്മാരുടെ എനർജി ജനറേറ്റ് ചെയ്യണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ എഴുതി വെച്ചാൽ ഇങ്ങനെ ഇത്ര എഴുതി വെച്ചാൽ മതി. ഓക്കെ, 2 ഹൈഡ്രജൻ ആറ്റം എന്ത് ചെയ്തു? രണ്ട് ഹൈഡ്രജൻ ആണ് കൂട്ടി വെച്ചപ്പോൾ 2 ഹൈഡ്രജൻ ആയി. 2 ഹൈഡ്രജൻ ആറ്റവും 1 ഹൈഡ്രജൻ ആറ്റം കൂട്ടിയപ്പോൾ എന്തായി? 3ാമത്തെ ഹൈഡ്രജൻ ആയി. 3ാമത്തെ ഹൈഡ്രജനും 1 ഹൈഡ്രജൻ കൂട്ടിയപ്പോൾ എന്തായി? 4 ഹീലിയം ന്യൂക്ലിയസ് ആയി. 4 ഹീലിയം ന്യൂക്ലിയസ് ആണ് എന്ത്? സ്റ്റേബിൾ. ഓക്കെ, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് അടുത്ത്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. വളരെ ചെറിയ ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വലിയ തലവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. ഓക്കെ, നോട്ട്സ് ഒക്കെ എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിക്ക് എന്ത് ചെയ്യുക? ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് അത് ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.